വെൽക്കം ടു ആദിസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് ജിയോഗ്രഫി പാർട്ടിൽ മേജർ ഓഷ്യൻസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ടോപ്പിക്കിൽ ഓഷ്യൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം ഓഷ്യൻസിനെ കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളും അതിൻ്റെ സവിശേഷതകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് പ്രധാനപ്പെട്ട 5 സമുദ്രങ്ങളെക്കുറിച്ചും സമുദ്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പഠിക്കുന്നത്. ഭൂമിയിലെ സമുദ്രഭാഗത്തെ 5 സമുദ്രങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നു. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. അതുകൂടാതെ വിവിധ കടലുകൾ, ഉൾക്കടലുകൾ, കടലിടുക്കുകൾ എന്നിവ മഹാസമുദ്രങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഫസ്റ്റ്, പസഫിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന പദത്തിൽ നിന്നുമാണ് പസഫിക് എന്ന പേര് വന്നത്. ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന പദത്തിൽ നിന്നുമാണ് പസഫിക് എന്ന പേര് വന്നത്. പസഫിക് സമുദ്രം കണ്ടെത്തിയത് വാസ്കോ ന്യൂനസ് ബെൽബോവ ആണ്. അപ്പം പസഫിക് സമുദ്രം കണ്ടെത്തിയത് വാസ്കോ ന്യൂനസ് ബെൽബോവ. പസഫിക് സമുദ്രത്തിന് ശാന്ത സമുദ്രം എന്ന പേര് നൽകിയ വ്യക്തിയാണ് ഫെർഡിനൻഡ് മഗല്ലൻ. പസഫിക് സമുദ്രത്തിന് ശാന്തസമുദ്രം എന്ന പേര് നൽകിയ വ്യക്തി ഫെർഡിനൻഡ് മഗല്ലൻ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പാപ്പുവ ന്യൂഗിനിയ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് പാപ്പുവ ന്യൂഗിനിയ. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗമാണ്. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗമാണ്. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിൻ്റെ ശരാശരി ആഴം 4280 മീറ്ററാണ്. അപ്പം മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിൻ്റെ ശരാശരി ആഴം 4280 മീറ്ററാണ്. ത്രികോണ ആകൃതിയിലുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം. അപ്പം പസഫിക് സമുദ്രത്തിൻ്റെ ആകൃതി ത്രികോണം. മഹാസമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ആഴമേറിയ സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് ചാലഞ്ചർ ഗർത്തം. പസഫിക്കിലെ ഏറ്റവും ആഴമുള്ള ഭാഗം ചാലഞ്ചർ ഗർത്തമാണ്. ചാലഞ്ചർ ഗർത്തത്തിൻ്റെ ആഴം 11,034 മീറ്ററാണ്. ചാലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയത് ബ്രിട്ടീഷ് നാവിക ഗവേഷണ കപ്പൽ HMS ചാലഞ്ചർ. അപ്പോൾ ചാലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയത് ബ്രിട്ടീഷ് നാവിക ഗവേഷണ കപ്പലായ HMS ചാലഞ്ചറാണ്. 1951 ചലഞ്ചർ ഗർത്തത്തിൽ ആദ്യമായി എത്തിയ ഗവേഷകർ ജാക്കിസ് പിക്കാർഡ്, ഡോൺ വാൽഷ് എന്നിവരാണ്. ചലഞ്ചർ ഗർത്തത്തിൽ ആദ്യമായി എത്തിയ ഗവേഷകർ ജാക്കിസ് പിക്കാർഡ്, ഡോൺ വാൽഷ് എന്നിവരാണ്. ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് ജെയിംസ് കാമറൂൺ. ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആദ്യ വ്യക്തി ജെയിംസ് കാമറൂൺ. അദ്ദേഹം പ്രശസ്ത ഹോളിവുഡ് സംവിധായകനാണ്. ജെയിംസ് കാമറൂണിനെ ചലഞ്ചർ ഗർത്തത്തിലെത്തിച്ച അന്തർവാഹിനിയാണ് ഡീപ് സീ ചലഞ്ചർ. ഡീപ് സീ ചലഞ്ചർ. അപ്പം പസഫിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം. ചലഞ്ചർ ഗർത്തത്തിൻ്റെ ആഴം 11,034 മീറ്ററാണ്. ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയത് ബ്രിട്ടീഷ് നാവിക ഗവേഷണ കപ്പലായ HMS ചലഞ്ചറാണ്. ചലഞ്ചർ ഗർത്തത്തിൽ ആദ്യമായി എത്തിയ ഗവേഷകരാണ് ജാക്കിസ് പിക്കാർഡ്, ഡോൺ വാൽഷ് എന്നിവർ. ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആദ്യ വ്യക്തിയാണ് ജെയിംസ് കാമറൂൺ. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം പസഫിക് സമുദ്രമാണ്. ലോകത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്ന മേഖലയായ റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. അപ്പോൾ റിംഗ് ഓഫ് ഫയർ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്ന മേഖലയായ റിംഗ് ഓഫ് ഫയർ പസഫിക് സമുദ്രത്തിലാണ്.
പസഫിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകളാണ് ഫിലിപ്പൈൻ ദ്വീപുകൾ, ജപ്പാൻ ദ്വീപുകൾ, തായ്വാൻ ദ്വീപ്, ടാസ്മാനിയ, ന്യൂസിലൻഡ്, ന്യൂഗിനിയ ദ്വീപ്, പാപ്പുവ ന്യൂഗിനിയ, ഗാലപ്പഗോസ്, ന്യൂസിലൻഡ്, ഈസ്റ്റർ ദ്വീപ്, സക്കലിൻ ദ്വീപ്. പസഫിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകൾ ഒന്നുകൂടെ പറയാം. ഫിലിപ്പൈൻ ദ്വീപുകൾ, ജപ്പാൻ ദ്വീപുകൾ, തായ്വാൻ ദ്വീപ്, ടാസ്മാനിയ, ന്യൂസിലാൻഡ്, ന്യൂഗിനിയ ദ്വീപ്, പാപ്പുവ ന്യൂഗിനിയ, ഗാലപ്പഗോസ്, ന്യൂസിലൻഡ്, ഈസ്റ്റർ ദ്വീപ്, സക്കലിൻ ദ്വീപ്. പസഫിക് സമുദ്രമായും അറ്റ്ലാന്റിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഒരേയൊരു തെക്കേ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ. പസഫിക് സമുദ്രമായും അറ്റ്ലാന്റിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഒരേയൊരു തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ. പസഫിക് സമുദ്രത്തിലുള്ള അമേരിക്കയുടെ ആണവ പരീക്ഷണ കേന്ദ്രമാണ് ബിക്കിനി അറ്റോൾ. പസഫിക് സമുദ്രത്തിലുള്ള അമേരിക്കയുടെ ആണവ പരീക്ഷണ കേന്ദ്രമാണ് ബിക്കിനി അറ്റോൾ. അമേരിക്കയുടെ 50ാമത്തെ സംസ്ഥാനമായ ഹവായ് സ്ഥിതി ചെയ്യുന്നത് ഉത്തര പസഫിക്കിലാണ്. അമേരിക്കയുടെ 50ാമത്തെ സംസ്ഥാനമായ ഹവായ് സ്ഥിതി ചെയ്യുന്നത് ഉത്തര പസഫിക്കിൽ. ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമു മാസിഫ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. എൽ നിനോ, ലാനിനോ എന്നീ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന സമുദ്രം പസഫിക് സമുദ്രം. എൽ നിനോ, ലാനിനോ എന്നീ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് പസഫിക് സമുദ്രത്തിലാണ്. എൽ നിനോ, ലാനിനോ എന്നീ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്ന രാജ്യം പെറു ആണ്. നെക്സ്റ്റ്, അറ്റ്ലാന്റിക് സമുദ്രം. ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ആഴത്തിൽ 3ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രം? 1/6 ഭാഗം. ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 1/6 ഭാഗം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഐസ്ലൻഡ്, സെന്റ് ഹെലേന, അസൻഷൻ എന്നീ ദ്വീപുകളുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകളാണ് ഐസ്ലൻഡ്, സെന്റ് ഹെലേന, അസൻഷൻ എന്നിവ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് പ്യൂർട്ടോറിക്ക ട്രെഞ്ച്. പ്യൂർട്ടോറിക്ക ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗം. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് പ്യൂർട്ടോറിക്ക ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ത്രികോണ പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ത്രികോണ പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ. അപ്പോൾ ബർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഡബിൾസ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത് ബർമുഡ ട്രയാങ്കിൾ. ഡബിൾസ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത് ബർമുഡ ട്രയാങ്കിളാണ്. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രം ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പർവ്വതനിരയായ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പം സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതനിരയാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. മിഡ് അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ ശരാശരി നീളം ഏകദേശം 1400 കിലോമീറ്ററാണ്. മിഡ് അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ ശരാശരി നീളം ഏകദേശം 1400 കിലോമീറ്റർ. ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. 1912 ഏപ്രിൽ 14 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ടൈറ്റാനിക് കപ്പൽ ദുരന്തം സംഭവിച്ചത്. ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഗ്രാൻഡ് ബാങ്ക്സ് മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഗ്രാൻഡ് ബാങ്ക്സ് മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ന്യൂയോർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ന്യൂയോർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്.
ലോകത്തിലെ പ്രമുഖ വികസിത രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രതീരം അറ്റ്ലാന്റിക് സമുദ്രതീരമാണ്. ലോകത്തിലെ പ്രമുഖ വികസിത രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രതീരത്താണ്. ചാളക്കടൽ സ്ഥിതി ചെയ്യുന്നത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഹെറിംഗ് പോണ്ട് അല്ലെങ്കിൽ ചാളക്കടൽ സ്ഥിതി ചെയ്യുന്നത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര ജലപാതയായ നോർത്ത് അറ്റ്ലാന്റിക് പാത സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര ജലപാതയാണ് നോർത്ത് അറ്റ്ലാന്റിക് പാത. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകളാണ് വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ, ന്യൂ ഫൗണ്ട്ലാൻഡ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകളാണ് വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ, ന്യൂ ഫൗണ്ട്ലാൻഡ് ദ്വീപ്, ബാഫിൻ ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലായ ഹഡ്സൺ ബേ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലായ ഹഡ്സൺ ബേ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. നെക്സ്റ്റ്, ഇന്ത്യൻ മഹാസമുദ്രം. ഏറ്റവും വലിയ മൂന്നാമത്തെ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആയം 3960 മീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്തോനേഷ്യൻ ദ്വീപുകളാണ് ജാവ, സുമാത്ര. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്തോനേഷ്യൻ ദ്വീപുകളാണ് ജാവ, സുമാത്ര. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് വാൾട്ടൺ ഗർത്തം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം വാൾട്ടൺ ഗർത്തം. അറേബ്യൻ ഉപദ്വീപിനും വടക്കേ ആഫ്രിക്കയ്ക്കുമിടയിൽ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഇടുങ്ങിയ കടലാണ് ചെങ്കടൽ. അറേബ്യൻ ഉപദ്വീപിനും വടക്കേ ആഫ്രിക്കയ്ക്കുമിടയിൽ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഇടുങ്ങിയ കടൽ ചെങ്കടൽ. ഇന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ. ഇന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ സമുദ്രം പ്രാചീന കാലത്ത് രത്നാകര എന്ന് അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. മാലിദ്വീപ്, സുമാത്ര, ജാവ എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. ചെങ്കടൽ, അറബിക്കടൽ, പേർഷ്യൻ കടൽ, ആൻഡമാൻ കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഗൾഫ് ഓഫ് ഏദൻ, ഗൾഫ് ഓഫ് ഒമാൻ, പേർഷ്യൻ ഗൾഫ്, ചെങ്കടൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഗൾഫ് ഓഫ് ഏദൻ, ഗൾഫ് ഓഫ് ഒമാൻ, പേർഷ്യൻ ഗൾഫ്, ചെങ്കടൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സവിശേഷത പവിഴപ്പുറ്റുകൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പവിഴപ്പുറ്റുകൾ. കോറൽ പോളിപ്സ് എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. കോറൽ പോളിപ്പുകൾ കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ സമുദ്രത്തിലാണ്. ഉഷ്ണമേഖലാ സമുദ്രത്തിലാണ് കോറൽ പോളിപ്പുകൾ കാണപ്പെടുന്നത്. ഇന്ത്യയ്ക്കും അറേബ്യൻ ഉപദ്വീപിനും ഇടയിൽ കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ. ഇന്ത്യയ്ക്കും അറേബ്യൻ ഉപദ്വീപിനും ഇടയിൽ കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ പ്രധാനമായും ഉഷ്ണജലപ്രവാഹങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഉഷ്ണജലപ്രവാഹങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ഉഷ്ണജലപ്രവാഹങ്ങളാണ് മൊസാംബിക്, അഗുൽഹാസ്, മൊസാംബിക് എന്നിവ ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീഗോ ഗാർഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീഗോ ഗാർഷ്യ. നെക്സ്റ്റ്, അന്റാർട്ടിക് സമുദ്രം. വലിപ്പത്തിൽ 4-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അന്റാർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണ് സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം. അന്റാർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ ചുറ്റിക്കാണപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ ചുറ്റിക്കാണപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. നെക്സ്റ്റ്, ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്.
ഭൂമിയുടെ ഉത്തരധ്രുവം സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സമുദ്രത്തിലാണ്. ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ആർട്ടിക് ബേസിൻ. ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ആർട്ടിക് ബേസിൻ. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. വർഷത്തിൽ 6 മാസത്തിലേറെ കാലം മഞ്ഞ് മൂടി കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. നെക്സ്റ്റ്, കടലുകൾ. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങൾ കടലുകൾ എന്നറിയപ്പെടുന്നു. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗമാണ് കടൽ. ഏറ്റവും വലിയ കടലാണ് ഫിലിപ്പൈൻ കടൽ. ഏറ്റവും വലിയ കടൽ ഫിലിപ്പൈൻ കടൽ. ഏറ്റവും വലിയ ഉൾക്കടൽ സമുദ്രം മെഡിറ്ററേനിയൻ കടൽ. ഫിലിപ്പൈൻ കടൽ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഫിലിപ്പൈൻ കടൽ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിൽ. ഏറ്റവും വലിയ കടൽ ഫിലിപ്പൈൻ കടലാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ കടലാണ് അസോവ്. ലോകത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ കടൽ അസോവ്. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടലാണ് ചെങ്കടൽ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉത്തരമധ്യരേഖാ പ്രവാഹം, ഗൾഫ് സ്ട്രീം, കാനറീസ് എന്നീ ജലപ്രവാഹങ്ങളുടെ മധ്യേയുള്ള സമുദ്രഭാഗമാണ് സർഗാസോ കടൽ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉത്തരമധ്യരേഖാ പ്രവാഹം, ഗൾഫ് സ്ട്രീം, കാനറീസ് എന്നീ ജലപ്രവാഹങ്ങളുടെ മധ്യേയുള്ള സമുദ്രഭാഗമാണ് സർഗാസോ കടൽ. പൊതുവെ ശാന്തവും ഒഴുക്കുകളില്ലാത്തതുമായ ഭാഗമാണ് സർഗാസോ കടൽ. ഈ പോർച്ചുഗീസ് നാവികരാണ് ഇതിന് സർഗാസോ എന്ന പേര് നൽകിയത്. ഇവിടെ ധാരാളമായി കാണപ്പെടുന്ന സർഗാസം എന്ന കടൽ പായലുകളാണ് ഈ പേരിന് ആധാരമായിട്ടുള്ളത്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന കടൽ സർഗാസോ കടലാണ്. തീരപ്രദേശമില്ലാത്ത ലോകത്തിലെ ഏക കടലാണ് സർഗാസോ കടൽ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന കടൽ സർഗാസോ കടൽ. തീരപ്രദേശമില്ലാത്ത ലോകത്തിലെ ഏക കടലാണ് സർഗാസോ കടൽ. എറിത്രിയൻ കടൽ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ചെങ്കടൽ. ചെങ്കടൽ പ്രാചീന കാലത്ത് എറിത്രിയൻ കടൽ എന്നറിയപ്പെട്ടിരുന്നു. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള കടലാണ് ചാവുകടൽ. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള കടലാണ് ചാവുകടൽ. കടൽ തീരം കൂടുതലുള്ള ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. കടൽ തീരം കൂടുതലുള്ള ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. കരീബിയൻ കടൽ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. കരീബിയൻ കടൽ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ അതിർത്തിയിലുള്ള കടലാണ് അറാൽ കടൽ. 3 സമുദ്രങ്ങളുമായി, അതായത് അറ്റ്ലാന്റിക്, പസഫിക്, ആർട്ടിക്, ഈ 3 സമുദ്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് കാനഡ, അമേരിക്ക. 3 സമുദ്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് കാനഡ, അമേരിക്ക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യമാണ് കാനഡ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യമാണ് കാനഡ. കടൽ നിയമങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്ര കൺവെൻഷൻ നടന്നത് മോണ്ടിഗോ ബേ 1982 ജമൈക്കയിലെ മോണ്ടിഗോ ബേയിലാണ് കടൽ നിയമങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്ര കൺവെൻഷൻ നടന്നത്. നെക്സ്റ്റ്, ഉൾക്കടലുകൾ. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ. കരഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന വിശാലമായ സമുദ്രഭാഗങ്ങളാണ് ഉൾക്കടലുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലാണ് ഹഡ്സൺ ഉൾക്കടൽ. കാനഡയിലെ ഹഡ്സൺ ഉൾക്കടലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ. ഗൾഫ് ഓഫ് മെക്സിക്കോ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഗൾഫ് ഓഫ് മെക്സിക്കോ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. പ്രധാനപ്പെട്ട ഉൾക്കടലുകളിൽ ബഫിൻ ഉൾക്കടൽ ആർട്ടിക് ആൻഡ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബിസ്കേ ഉൾക്കടൽ ഉത്തര അറ്റ്ലാന്റിക്കിൽ സ്ഥിതി ചെയ്യുന്നു. ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൊറിയൻ ഉൾക്കടൽ പസഫിക് സമുദ്രം. മൗൾഡ് ഉൾക്കടൽ ആർട്ടിക് സമുദ്രം. ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപുകളാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്നത് ഏദൻ ഉൾക്കടലാണ്. നെക്സ്റ്റ്, ദ്വീപുകൾ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. ദ്വീപുകൾ 5 വിധത്തിലുണ്ട്. ഓഷ്യാനിക് ദ്വീപുകൾ, കോണ്ടിനെൻ്റൽ ദ്വീപുകൾ, കോറൽ ദ്വീപുകൾ, നദീജന്യ ദ്വീപുകൾ, കൃത്രിമ ദ്വീപുകൾ. ഓഷ്യാനിക് ദ്വീപുകൾ, കോണ്ടിനെൻ്റൽ ദ്വീപുകൾ, കോറൽ ദ്വീപുകൾ, നദീജന്യ ദ്വീപുകൾ, കൃത്രിമ ദ്വീപുകൾ.
സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു വന്ന ദ്വീപുകളാണ് ഓഷ്യാനിക് ദ്വീപുകൾ. സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു വന്ന ദ്വീപുകളാണ് ഓഷ്യാനിക് ദ്വീപുകൾ. അസൻഷൻ, ട്രിസ്റ്റൽ ഡാ കുൻഹ, സെൻറ്റ് ഹെലേന എന്നിവ ഇത്തരം ദ്വീപുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഓഷ്യാനിക് ദ്വീപിന് ഉദാഹരണമാണ് അസൻഷൻ, ട്രിസ്റ്റൽ ഡാ കുൻഹ, സെൻറ്റ് ഹെലേന. വൻകരയോട് ചേർന്ന് കിടക്കുന്ന ദ്വീപുകളാണ് കോണ്ടിനെൻ്റൽ ദ്വീപുകൾ. വൻകരയോട് ചേർന്ന് കിടക്കുന്ന ദ്വീപുകളാണ് കോണ്ടിനെൻ്റൽ ദ്വീപുകൾ. കോണ്ടിനെൻ്റൽ ദ്വീപുകൾക്ക് ഉദാഹരണമാണ് ബ്രിട്ടീഷ് ദ്വീപുകൾ, ന്യൂ ഫൗണ്ട്ലാൻഡ്. കോണ്ടിനെൻ്റൽ ദ്വീപുകൾക്ക് ഉദാഹരണം ബ്രിട്ടീഷ് ദ്വീപുകൾ, ന്യൂ ഫൗണ്ട്ലാൻഡ്. പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്ന ദ്വീപുകളാണ് കോറൽ ദ്വീപുകൾ. പവിഴപ്പുറ്റുകളിൽ രൂപം കൊള്ളുന്ന ദ്വീപുകളാണ് കോറൽ ദ്വീപുകൾ. ഉദാഹരണം ലക്ഷദ്വീപ്, മാലിദ്വീപ്. ലക്ഷദ്വീപ്, മാലിദ്വീപ് എന്നിവ കോറൽ ദ്വീപുകൾക്ക് ഉദാഹരണമാണ്. പോളിപ്സ് എന്ന ചെറുജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് പവിഴപ്പുറ്റുകൾ. നദികൾ എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന ദ്വീപുകളാണ് നദീജന്യ ദ്വീപ്. നദികൾ എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന ദ്വീപുകളാണ് നദീജന്യ ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജുലി. കൃത്രിമ ദ്വീപിന് ഉദാഹരണമാണ് പാം ഐലൻഡ്, അറേബ്യ, ഡാന്യൂബ് ദ്വീപ്, തൂംസ്, യൂറേസ് എന്നിവ. ഇന്ത്യയിലെ ഒരു കൃത്രിമ ദ്വീപിന് ഉദാഹരണമാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ദ്വീപ് ഇന്ത്യയിലെ ഒരു കൃത്രിമ ദ്വീപിന് ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതജന്യ ദ്വീപാണ് സുമാത്ര. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതജന്യ ദ്വീപാണ് സുമാത്ര. ലോകത്തിലെ ഏറ്റവും ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് നൗറു. ലോകത്തിലെ ഏറ്റവും ചെറിയ ദ്വീപ് രാഷ്ട്രം നൗറു. ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള രാജ്യമാണ് ഗ്രീൻലാൻഡ്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ദ്വീപാണ് പാപ്പുവ ന്യൂഗിനിയ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ദ്വീപാണ് മഡഗാസ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ തടാക ദ്വീപാണ് മാനിറ്റോളിൻ. ഏറ്റവും ചെറിയ ദ്വീപാണ് ബിഷപ്പ് റോക്ക്. ലോകത്തിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് രാജ്യം സിംഗപ്പൂർ. ജപ്പാനിലെ ഏറ്റവും വലിയ ദ്വീപ് ഹോൻഷു. ജപ്പാനിലെ ഏറ്റവും വലിയ ദ്വീപ് ഹോൻഷു. ടോക്കിയോ നഗരം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഹോൻഷു. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ്റെ പഠനയാത്രകളുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ദ്വീപാണ് ഗാലപ്പഗോസ്. പസഫിക് സമുദ്രത്തിലാണ് ഗാലപ്പഗോസ് സ്ഥിതി ചെയ്യുന്നത്, ഇക്വഡോറിൽ. പസഫിക് സമുദ്രത്തിൽ മോയ് എന്നറിയപ്പെടുന്ന ശിലാബിംബങ്ങൾക്ക് പ്രസിദ്ധമായ ദ്വീപാണ് ഈസ്റ്റർ ദ്വീപ്. പസഫിക് സമുദ്രത്തിൽ മോയ് എന്നറിയപ്പെടുന്ന ശിലാബിംബങ്ങൾക്ക് പ്രസിദ്ധമായ ദ്വീപാണ് ഈസ്റ്റർ ദ്വീപ്. ഇറ്റാലിയൻ യാത്രികനായ നിക്കോളോ കോണ്ടി ദൈവത്തിൻ്റെ ദ്വീപ് എന്ന് വിശേഷിപ്പിച്ച സ്ഥലം ആൻഡമാൻ. ഇറ്റാലിയൻ യാത്രികനായ നിക്കോളോ കോണ്ടി ദൈവത്തിൻ്റെ ദ്വീപ് എന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ് ആൻഡമാൻ. നെപ്പോളിയൻ ജനിച്ച ദ്വീപ് കോഴ്സിക്ക. നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് സെൻറ്റ് ഹെലേന. 1000 ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് സെൻറ്റ് ലോറൻസ്. മധ്യധരണ്യാഴിയിലെ ഏറ്റവും വലിയ ദ്വീപാണ് സിസിലി. മൗണ്ട് എറ്റന സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. USA ഭാഗമായുള്ള ദ്വീപുകളാണ് ഹവായി ദ്വീപുകൾ. ഹവായി ദ്വീപുകൾ കണ്ടുപിടിച്ചത് ജെയിംസ് കുക്ക്. ഹവായി ദ്വീപുകൾ കണ്ടുപിടിച്ചത് ജെയിംസ് കുക്ക്. ചരിത്രപ്രസിദ്ധമായ പേൾ ഹാർബർ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഹവായി ദ്വീപിലാണ്. ബ്രിട്ടനും അർജന്റീനയും 1982 ഫോക്ലാൻഡ് ദ്വീപിനു വേണ്ടിയിട്ടാണ് ഏറ്റുമുട്ടിയത്. ദ്വീപുകളുടെ കൂട്ടത്തെ അറിയപ്പെടുന്നത് ദ്വീപസമൂഹം എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹമാണ് ഇന്തോനേഷ്യ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഇന്തോനേഷ്യയാണ്. ഫോക്ലാൻഡ് ദ്വീപുകൾ ബ്രിട്ടൻ്റെ കീഴിലാണ്. കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് വെസ്റ്റ് ഇൻഡീസ്. വെസ്റ്റ് ഇൻഡീസ് കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ്. ഏറ്റവും വലിയ കരീബിയൻ ദ്വീപാണ് ക്യൂബ. നെക്സ്റ്റ് ഉപദ്വീപുകൾ. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ഉപദ്വീപുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ് അറേബ്യൻ ഉപദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യൻ ഉപദ്വീപ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ് അലാസ്ക. ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്നത് യൂറോപ്പാണ്. ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്നത് യൂറോപ്പ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ് സ്കാൻഡിനേവിയൻ. ഐബീരിയൻ ഉപദ്വീപ് യൂറോപ്പിലാണ്. ഐബീരിയൻ ഉപദ്വീപിലെ രാജ്യങ്ങളാണ് സ്പെയിൻ, പോർച്ചുഗൽ, അൻഡോറ, ജിബ്രാൾട്ടർ എന്നിവ. പാൽമർ ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്ക. പാൽമർ ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ്. നെക്സ്റ്റ് കനാലുകൾ, കടലിടുക്കുകൾ.
രണ്ട് സമുദ്രഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് രണ്ട് കരഭാഗങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന ചെറിയ ജലാശയമാണ് കടലിടുക്ക്, സ്ട്രെയ്റ്റ്. ഏറ്റവും വലിയ കടലിടുക്കാണ് മെക്സിക്കോ കടലിടുക്ക്. ഗൾഫ് ഓഫ് മെക്സിക്കോ ഏറ്റവും വലിയ കടലിടുക്കാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്. പാക് കടലിടുക്കിനെ മന്നാർ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്ന മണൽത്തിട്ടയാണ് ആദംസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ രാമസേതു. പാക് കടലിടുക്കിനെ മാന്നാർ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്ന മണൽത്തിട്ടയാണ് ആദംസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ രാമസേതു എന്നും അറിയപ്പെടുന്നു. ആദംസ് ബ്രിഡ്ജിൻ്റെ സ്ഥാനം തമിഴ്നാട്ടിലെ ധനുഷ്കോടിക്കും ശ്രീലങ്കയിലെ തലൈമാന്നാറിനും ഇടയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്ക് മലാക്ക കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും വീതിയേറിയ കടലിടുക്ക് ഡേവിസ് കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും വീതിയേറിയ കടലിടുക്ക് ഡേവിസ് കടലിടുക്ക്. പാക് കടലിടുക്കിൻ്റെ ആയം വർദ്ധിപ്പിച്ച് വിപുലമായ കപ്പൽ കനാൽ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് സേതു സമുദ്രം പദ്ധതി. പാക് കടലിടുക്കിൻ്റെ ആയം വർദ്ധിപ്പിച്ച് വിപുലമായ കപ്പൽ കനാൽ നിർമ്മിക്കാനുള്ള പദ്ധതി സേതു സമുദ്രം പദ്ധതി. സേതു സമുദ്രം പദ്ധതിയുടെ പ്രധാന നടത്തിപ്പ് ചുമതല വഹിക്കുന്ന ഏജൻസി തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ്. സേതു സമുദ്രം കപ്പൽ കനാലിൻ്റെ സാധ്യത മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ബ്രിട്ടീഷ് കമാൻഡറായ A.D. ടെയ്ലർ. ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ജിബ്രാൾട്ടർ. മെഡിറ്ററേനിയൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ. മെഡിറ്ററേനിയൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടറാണ്. ന്യൂസിലൻഡിനെ രണ്ടായി വിഭജിക്കുന്ന കടലിടുക്കാണ് കുക്ക് കടലിടുക്ക്. കുക്ക് കടലിടുക്കിന് ആ പേര് ലഭിച്ചത് ക്യാപ്റ്റൻ ജെയിംസ് കുക്കിൻ്റെ പേരിൽ നിന്നുമാണ്. കണ്ണുനീരിൻ്റെ കവാടം ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്ന കടലിടുക്കാണ് ബാബൽ മാൻഡബ്. കണ്ണുനീരിൻ്റെ കവാടം അല്ലെങ്കിൽ ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്ന കടലിടുക്കാണ് ബാബൽ മാൻഡബ്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. അമേരിക്കയെയും റഷ്യയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. അമേരിക്കയെയും റഷ്യയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ബെറിങ് കടലിടുക്ക്. ഗ്രാൻഡ് കനാൽ ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് ബീജിംഗ്, ഹാങ്ഷു. ഗ്രാൻഡ് കനാൽ ബീജിംഗ്, ഹാങ്ഷു എന്നിവയെ ബന്ധിപ്പിക്കുന്നത് ഗ്രാൻഡ് കനാലാണ്. ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ജലപാതയാണ് സൂയസ് കനാൽ. ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ജലപാത സൂയസ് കനാൽ. സൂയസ് കനാലിൻ്റെ ശില്പി ഫെർഡിനൻഡ് ഡി ലെസബ്സ്. സൂയസ് കനാലിൻ്റെ ശില്പിയാണ് ഫെർഡിനൻഡ് ഡി ലെസബ്സ്. സൂയസ് കനാൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത വർഷം 1869. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്നത് സൂയസ് കനാലാണ്. സൂയസ് കനാൽ ദശസാൽക്കരിച്ചത് കേണൽ ഗമാൽ അബ്ദുൽ നാസർ 1956. സൂയസ് കനാൽ കടന്നു പോകുന്ന രാജ്യം ഈജിപ്ത്. പ്രിൻസ് ചാൾസ്, ബ്രാൻഡഡ് ഫീൽഡ്, വാഷിങ്ടൺ എന്നീ കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ്. വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും വേർതിരിക്കുന്ന കനാലാണ് പനാമ കനാൽ. പനാമ കനാലിലൂടെ ആദ്യമായി ഓടിച്ച കപ്പലിൻ്റെ പേര് SS ആംഗൺ. പനാമ കനാൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ജോർജ് ഗോദൽസ്. പനാമ കനാൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത വർഷം 1914. 1999 വരെ പനാമ കനാലിൻ്റെ നിയന്ത്രണം കൈയടക്കിയിരുന്നത് അമേരിക്കയായിരുന്നു. നിലവിൽ പനാമ കനാൽ നിയന്ത്രിക്കുന്നത് പനാമയാണ്. ബ്രിട്ടീഷ് ചാനൽ വേർതിരിക്കുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവ. ചിലിയെ രണ്ടായി വിഭജിക്കുന്ന കടലിടുക്കാണ് മഗല്ലൻ കടലിടുക്ക്. മഗല്ലൻ കടലിടുക്കിലൂടെ യാത്ര ചെയ്ത ആദ്യത്തെ നാവികനാണ് ഫെർഡിനൻഡ് മഗല്ലൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.